ഞാൻ ചേട്ടനെ വിളിച്ച് ഇതാ പറഞ്ഞെന്ന് പറഞ്ഞു. ശരിക്കും എന്താണ് പ്രശ്നം? എടാ ഒരു പ്രശ്നമില്ല, നീ പോയേ. എന്ത് ചേച്ചി അങ്ങനെ വലിയ ആള് കളിക്കല്ലേ? കാര്യം പറ. നീ ആ മാവിന്റെ മൂട്ടിലിരുന്ന സമയത്ത് ഇവിടെ ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ടായി. എന്ത് സംഭവം? കിടന്ന് തുള്ളണ എന്തിനാ പറയാ? നീ എന്തിനാണ് എന്നെ വിളിച്ചത്? അമ്മ പറഞ്ഞിട്ട് വിളിച്ചു. എന്താ എന്താന്ന് നിനക്കറിയില്ലേ? ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ അമ്മയടുത്ത് പോയി പറഞ്ഞു കൊടുക്കുന്നത് മോശമുണ്ടാ? അപ്പൊ ചേട്ടാ കൊച്ചിനെ വലിച്ചിട്ടത് മോശമല്ലേ? ഞാൻ എടുത്ത് പറഞ്ഞല്ലേ, മനഃപൂർവ്വം അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ, നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞില്ലേ, പിന്നെന്താ? എന്താടാ അവളുടെ അടുത്തേക്ക് തുള്ളാൻ ചേട്ടൻ എന്തിനാടാ? കല്യാണം കഴിഞ്ഞിട്ട് എത്ര ദിവസമായടാ? നാണല്ലേടാ നിനക്ക് അതിന് മുമ്പ് അടി ഉണ്ടാക്കാനായിട്ട്? അമ്മ അടിയൊന്നുമല്ല അമ്മ ഉണ്ടാക്കിയത്. അവളുടെ പപ്പ അച്ഛൻ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നില്ലേ, അതുപോലെ ഇപ്പൊ പിന്നെയും ചോദിക്കാണ് വേറെ വല്ല സാധനങ്ങൾ കൊണ്ടുവരണമെന്ന്. ഞാൻ പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞു, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അതിനെന്താ കുഴപ്പം? അത് തന്നെ, അതിനെന്താ കുഴപ്പം? അല്ല സിദ്ധു എന്തൊക്കെ സാധനം മേടിച്ചു വന്നേക്കുന്നത്? സിദ്ധു അച്ഛന് കാശരി കൊടുക്കാറുണ്ടല്ലോ. ഇതിപ്പോ അതിന്റെ ഇടയ്ക്ക് പ്രശ്നമായ ഇത് സംഭവം? അവളിപ്പോ എന്ത് ചെയ്യാ? കരയായിരിക്കും അല്ലേ? കരയണം തോന്നുന്നു. ആ ആണെന്ന് തോന്നണു. ഇത് ഇവിടെ നിർത്തിക്കോണം വിഷ്ണു, പറഞ്ഞേക്കാം ഞാൻ. എന്റെ കല്യാണം കഴിഞ്ഞ സമയത്ത് ഞാനും നിന്റെ അച്ഛനും നിൽക്കുന്ന സ്ഥലത്ത് എന്റെ വീട്ടിൽ നിന്ന് എന്തെല്ലാം സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതുപോലെ മിക്സിയും ജ്യൂസറൊന്നും അല്ല, അലമാര, കഴിക്കണ സാധനങ്ങൾ, അങ്ങനെ മറ്റു സാധനങ്ങളൊക്കെ ആയിട്ടൊക്കെ ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കവിടെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് അതുപോലെയല്ലമ്മ, ഇത് പിന്നെ ഷോ കാണിക്കാനല്ല, നമ്മ കണ്ടില്ല, ഓവറല്ലമ്മ, ഷോ കാണിക്കാനാണ് ഇതൊക്കെ. ആയിരിക്കാം, ഷോ ആയിരിക്കാം. അത് ആ കൊച്ചിന് സന്തോഷമാണെങ്കിലോ? നിന്റെ സന്തോഷം അല്ല നോക്കണ്ട, ആ കൊച്ചിന്റെ സന്തോഷമാണ് നീ ഇനി നോക്കേണ്ടത്. ശരി പിന്നെ അച്ഛനെ പോലെ കയ്യാൻ കളിക്കുന്ന നിന്നാലുണ്ടല്ലോ, ആ കൈ ഞാൻ തല്ലി പിടിക്കും. സ്നേഹിച്ചാ സ്നേഹം കിട്ടും, തല്ലാൻ നടന്നാലേ തല്ല് മാത്രമേ കിട്ടുള്ളൂ. മര്യാദക്ക് ജീവിച്ചോണം. അമ്മ ചേട്ടൻ എന്നെ നോട്ടോട്ടേക്ക മിക്കവാറും എന്നെ പഞ്ഞിക്കിടും. ഇതിന് നിന്നെ പഞ്ഞിക്കിടണത്? ചേട്ടനെ മാത്രം വഴക്ക് പറഞ്ഞുകൊണ്ടായില്ല, ഇതിനെ വേണം ആദ്യം വഴക്ക് പറയും. ഇതാണ് അമ്മ എല്ലാ സ്ഥലത്തും കൊണ്ട് കൊളുത്തി കൊടുക്കണത്. ഇപ്പൊ അമ്മയടുത്തെന്ന് പറഞ്ഞാലും ഓക്കെ, നല്ല കാര്യമാണ്. പക്ഷെ എല്ലാ സ്ഥലത്തും ഇതേപോലെ എന്ന് പറഞ്ഞ അടി ഉണ്ടാകും. അതുകൊണ്ട് 6 അഴിയുന്നായാലും ഇത് 2 കിട്ടി എനിക്ക് സന്തോഷമുള്ളൂ. നിനക്ക് കിട്ടണ എന്റെ ഇപ്പൊ? നിനക്ക് എന്റെ ഇപ്പൊ കിട്ടണ? വേണ്ട, പോടാ 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 പോടാ. അമ്മ വരെ വരെ ഈ വീട്ടിൽ ആണുങ്ങൾക്ക് ഒരു വിലയില്ല വന്നേക്ക് കേട്ടോ. നിങ്ങളെ മീറ്റിംഗ് എങ്ങനെയുണ്ടായിരുന്നു? മീറ്റിംഗ് കഴിഞ്ഞു, സക്സസ്ഫുൾ ആയിരുന്നു. ചേച്ചി ചേച്ചി മോളെ, അങ്കിൾ എത്തിയാ? ഇന്ന് ഭയങ്കര ലേറ്റ് ആണല്ലോ. ഞാൻ മീറ്റിംഗ് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് ഒന്ന് പോയിട്ടാ വന്നത്. മോളെ, ഇതിലൊരു മെയിൻ പ്രോബ്ലം എന്താ അറിയോ? അവളുടെ ആറ്റിറ്റ്യൂഡ് ശരിയല്ലെന്നേ. അല്ല, എൻ്റെ വൈഫിന്റെ. എന്താണ് നിങ്ങളുടെ വൈഫിന്റെ പുതിയ ആറ്റിറ്റ്യൂഡ്? പറയാ, ഞാൻ ഇന്ന് രാവിലെ ഇവിടെ സന്തോഷത്തിലല്ലേ വന്നത്, നല്ല മൂടിലല്ലേ വന്നത്, നിങ്ങൾ കണ്ടതല്ലേ അല്ല മോളെ? അതെ. എൻ്റെ വൈഫ് പക്ഷെ അങ്ങനെയല്ല. അവൾ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഭയങ്കര മത്സര ബുദ്ധിയാണ്. ആരുടെ മുമ്പിലും തോൽക്കാൻ അവൾക്ക് ഇഷ്ടമല്ല. നിങ്ങളുടെ മുമ്പിൽ അവൾക്ക് തോൽക്കാൻ ഇഷ്ടമേ അല്ല. അതിന് ഞങ്ങൾ നിങ്ങളെ വൈഫിന്റെ അടുത്ത് മത്സരിക്കാൻ വന്നില്ലല്ല. മത്സരം ഉണ്ടായാലല്ലേ ജയവും തോൽവിയുടെ ഒക്കെ സംസാരമുള്ളൂ. അത് പോയിന്റ്. പക്ഷെ അവൾ എങ്ങനെയാ? നമുക്ക് തോറ്റു കൊടുക്കാനേ നിവൃത്തിയുള്ളൂ. ഇങ്ങനെ വളച്ചുറ്റി കാര്യത്തിലോട്ട് കിടക്കണമെന്നില്ല. പെട്ടെന്ന് സംഭവം എന്താ വെച്ചാ പറയാ. അല്ല, അത് പറയാ, നിങ്ങൾ എത്ര ഒന്നിക്കാൻ നോക്കിയാലും വിധി നിങ്ങൾ അകറ്റുകയാണല്ലോ. വിട്ടുകള വിഷ്ണു, എന്തിനെങ്ങനെ വെറുതെ റിസ്ക് എടുക്കുന്നു? ആര് വിട്ടുകളെ? വിളയാണ ഇതിനുള്ള നല്ല മറുപടി എനിക്ക് തിരിച്ചു പറയാൻ അറിയാത്തോണ്ടല്ല, കാരണം പറഞ്ഞ് മനസ്സിലായല്ലോ, വെറുതെ വേസ്റ്റാ. അതുകൊണ്ട് അങ്ങള് പോവാൻ നോക്ക്. ഡോ താ വന്നേ. പോവാൻ നോക്ക്. അങ്ങനെ പോയിക്കളഞ്ഞാലോ? നിന്റെ മമ്മിയും ഞാനും കൂടി ഒരു തീരുമാനത്തിൽ എത്തിയിട്ടുണ്ട്. അതെ, തീരുമാനം എന്താണെന്നൊക്കെ എനിക്ക് മനസ്സിലായി. ഞങ്ങളിപ്പോ പോവാൻ നോക്ക്. ചേർക്ക, ഈ പോവാൻ പറയണ ആരോടാണെന്ന് മനസ്സിലായ? നിങ്ങളൊന്ന് നിർത്തിയേ. നിങ്ങൾ ഇടക്കിടക്ക് ഇങ്ങനെ നിറം മാറണ എന്തിനാ? ഈ വീട്ടിൽ നിന്ന് നാടകം കളിക്കേണ്ട ആവശ്യം എന്താ നിങ്ങക്ക്? അങ്ങളെ ഇതിനും വൃത്തിക്കും വെടുപ്പിനും നാടകം കളിക്കാൻ നമുക്കറിയാം. വേണമെങ്കിൽ നിങ്ങളുടെ ചാലക്കൽ കുടുംബത്ത് വന്നിട്ട് നാടകം കളിക്കും. കുറച്ച് പുളിക്കും അത്. എന്നാ ഇവിടെയും കളിക്കാൻ കുറച്ച് പുളിക്കും. കേശേ, എനിക്കിനി അധികം സംസാരിക്കാൻ താല്പര്യമില്ല. എൻ്റെ വൈഫിന്റെ ഡിസിഷൻസേ ഞാൻ ഫോളോ ചെയ്യുള്ളൂ. ഇതാരാ വാങ്ങുന്നേ? ഇതെന്താ ഇത് ഞാൻ സൈൻ ചെയ്ത ബ്ലാങ്ക് ചെക്കാ. എടുക്ക, ആവശ്യമുള്ള പൈസ എഴുതിയെടുത്തു. വാങ്ങ്, നാണിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കാം. ഇതെടുത്ത് നമ്മളെന്ന് ഒഴിവാക്കി തരാം.
യെസ്, ദിസ് ഈസ് ദ റൈറ്റ് ഡിസിഷൻ. മോളെ വാ, നമുക്ക് പോവാം. വിഷ്ണു, കളഞ്ഞിട്ട് വാ മോളെ, ഇവരൊക്കെ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എമൗണ്ട് എഴുതണം. ബിസിനസ് ഓക്കെ അല്ലേ? എടുത്തിട്ട് പോത്താൻ്റെ ചെക്ക്. നാണോ തനിക്ക് ഒന്ന് മോക്ക് വില പറയാനായിട്ട്? ഇറങ്ങി പോണോ ഇവിടുന്ന്? അപ്പൊ ഇതാണ് നിങ്ങളുടെ തീരുമാനം അല്ലേ? ഓക്കെ, കൂൾ. ഇനിയാണ് നിങ്ങൾ എൻ്റെ പവർ കാണാൻ പോകുന്നത്. ഓക്കെ, അവിടെ നിന്ന് മേല ഇമാതിരി കുബുദ്ധിയും കൊണ്ട് ഈ വീട്ടിലേക്ക് കയറി വരരുത്. ഓ